മസ്കത്തിൽ മവസലാത്ത് ഇലക്ട്രോണിക് ബസിന്റെ പരീക്ഷണയോട്ടം ആരംഭിച്ചു. ഈ ബസിന്റെ പ്രകടനം വിലയിരുത്താനും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുമാണ് പരീക്ഷണയോട്ടം. ദേശീയ കമ്പനിയായ മവാസലാത്ത് മസ്കത്തിലെ തെരഞ്ഞെടുത്ത റൂട്ടുകളിലാണ് ഇലക്ട്രിക് ബസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചു തുടങ്ങിയത്. 2050 കാർബൺ ബഹിർഗമനം 0-ലെത്തിക്കുക എന്നതാണ് ഒമാന്റെ ലക്ഷ്യം. 28 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ബസ്. മണിക്കൂറിൽ 70 മുതൽ 130 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ നഗരപരിസ്ഥിതിക്ക് ഇത് വളരെ അനുയോജ്യമാകും. MAN കമ്പനിയുമായി കൈകോർത്താണ് മവാസലാത്ത് ഇലക്ട്രിക് ബസ്സുകൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. 2024 വേൾഡ് ട്രാൻസ്പോർട്ട് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂണിയൻ കോൺഫറൻസിലെ ചർച്ചകൾക്ക് അനുസൃതമായാണ് MAN കമ്പനി ബസ് നിർമ്മിച്ചത്. അതേസമയം വിവിധ ഗവർണറേറ്റുകളിലേക്കുള്ള സേവനങ്ങൾ വിപുലീകരിക്കുന്നതുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പൊതുഗതാഗതം മെച്ചപ്പെടുത്താനുള്ള നീക്കം മവാസലാത്ത് ആരംഭിച്ചിട്ടുണ്ട്. ദാഖിലിയ ഗവർണറേറ്റുമായി കരാറിലെത്തിയിട്ടുണ്ട്. മറ്റ് 2 ഗവർണറേറ്റുകളുമായും സമാനമായ പദ്ധതികളുണ്ടെന്ന് ഗതാഗത അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖാമിസ് ബിൻ മുഹമ്മദ് അൽ ഷമ്മാഖി പറഞ്ഞു. മസ്കത്ത് ഇന്റർസിറ്റി സർവീസുകൾ പുനഃപരിശോധിക്കാനും മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട്. മീഡിയ 1 മസ്കത്ത്.